തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ദിവസം വചനം ശ്രവിക്കാനും ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ വചനവിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് നാം തിരഞ്ഞെടുക്കുകയാണ്. ഈശോയുടെ അരുമ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവൻ, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന വിശുദ്ധ പത്രോസ്ലീഹ തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണത്തിന് ഈശോയിൽ നിന്ന് കണ്ടതും കേട്ടതും അറിഞ്ഞതും ഗ്രഹിച്ചതുമായ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിത നവീകരണത്തിന്. 1-ാമത്തെ അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവേൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ. ഓരോരുത്തനെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവേൻ. നാം എപ്രകാരമാണ് ഒരു ജീവിതം നയിക്കേണ്ടതെന്ന്, വിശ്വാസ ജീവിതം എപ്രകാരമാണ് നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്, ഈ ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് എങ്ങനെയാണ് നമ്മുടെ ജീവിതം സാക്ഷ്യമാക്കി മാറ്റേണ്ടതെന്ന് ഈ തിരുവചനങ്ങളിൽ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക്, ഒരു കാലഘട്ടത്തിൽ നമ്മൾ അജ്ഞരായിരുന്നു, ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു. ഈശോ തന്നെ പറഞ്ഞില്ല, ഇനി നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല, അറിയേണ്ടതെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈശോയുടെ വരവോടെ അറിവില്ല എന്ന ഒരു പദത്തിന് ഇനി അർത്ഥമില്ല. അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കണ്ടതും കേട്ടതുമാണ് നിങ്ങളോട് പറയുന്നതെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. പിതാവിൽ നിന്ന് കണ്ടതും കേട്ടതുമെല്ലാം ഒന്നുപോലും കുറയാതെ, ഒന്നുപോലും മാറ്റിവെക്കാതെ മുഴുവനായി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടാണ് ഈശോ കടന്നു പോയത്. അപ്പോൾ മുൻകാലത്ത് നമുക്ക് അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം പിന്നിട്ടു. ഇത് അറിവിൻ്റെ കാലഘട്ടമാണ്. എന്താണ് അറിവ്? അത് ഈശോയുടെ വചനത്തിൽ നിന്നാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. നാം എങ്ങനെ ജീവിക്കണം, ഒരു ക്രൈസ്തവ ജീവിതം എന്ന് മാത്രമല്ല, ഒരു ധാർമ്മിക ജീവിതം, ഒരു നല്ല ജീവിതം എങ്ങനെ നയിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു ക്രിസ്ത്യാനി മാത്രമല്ല, നോൺ ക്രിസ്ത്യൻസ് പോലും വിശുദ്ധ ഗ്രന്ഥത്തെ ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും ഈ ജീവിത ദർശനങ്ങൾ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉൾപ്പൊരുളുകൾ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം, ഇത്രമാത്രം അമൂല്യമായൊരു ഗ്രന്ഥം, ഒരു ജീവിതത്തെ മനോഹരമാക്കാൻ സാധിക്കുന്ന ഇത്രമാത്രം വിലയുള്ള മറ്റൊരു ഗ്രന്ഥം നമുക്ക് കിട്ടാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ നമുക്ക് അജ്ഞതയുടെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. ഇനി നാം ജ്ഞാനത്തിൻ്റെ കാലഘട്ടമാണ്. ഇവിടെയാണ് വേണ്ടത്. ഇനി നിങ്ങൾ എങ്ങനെ ചെയ്യണം? നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനാണ്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്, ഈശോ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ മക്കളും വേണമെന്നാണ് ഈശോ പറഞ്ഞത്. നമ്മളും ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ മക്കളൊക്കെ നല്ലവരായിട്ട് കാണണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക.
വചനം പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളെ വിളിച്ചവൻ, വിശ്വാസ ജീവിതത്തിലേക്ക്, നിത്യജീവനിലേക്ക് നിങ്ങളെ വിളിച്ചവൻ, നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചവൻ, തിന്മയിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് തന്നെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ച് സ്വന്തമാക്കിയവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇത് ഏതാനും ചില കാര്യങ്ങളിൽ മാത്രമല്ല, ഓരോരുത്തരെയും പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ്. ഒരു വിധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വലിയ ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ, ഒരു ഏതാണ്ട് 100ൻ്റെ മുകളിൽ 150 ഒക്കെ അടുത്ത് ജോലിക്കാർ തൻ്റെ കീഴിലുണ്ടായിരിക്കെ അത്രയും വലിയൊരു ബിസിനസ്, ഒരു വലിയ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഈശോയെ അറിഞ്ഞ്, വചനം അറിഞ്ഞ്, വചനം ജീവിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആ വ്യക്തി ആദ്യം ചെയ്തത് തൻ്റെ ബിസിനസ് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ബിസിനസ് വിജയിക്കണമെങ്കിൽ, ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ വചനമനുസരിച്ച് ജീവിക്കാൻ പറ്റിയാല. വചനമനുസരിച്ച് ജീവിക്കണമെങ്കിൽ അത് വിശുദ്ധമായിട്ട് തന്നെ ജീവിക്കണം. ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ, തന്നെ വിളിച്ച് സ്വന്തമാക്കിയവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ഒരു ബിസിനസ്സിനെ തന്നെ വേണ്ട എന്ന് വെച്ച ഒരു സഹോദരൻ, ഇന്ന് ദൈവം അദ്ദേഹത്തെ പടിപടിയായി ഉയർത്തി ഒരു വലിയ നിലയിലേക്ക് ദൈവം എത്തിച്ചതിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ കൺമുമ്പിൽ എൻ്റെ അങ്ങനെ നമ്മൾ പറയില്ല തൊട്ടടുത്ത് എന്നൊക്കെ പറയുന്ന ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുക. അപ്പോൾ ഇത് പ്രവർത്തികൾക്കനുസരിച്ച്, പ്രവർത്തികൾ വിശുദ്ധമായിരിക്കണം, അതാണല്ലോ പറയുന്നത്. ഓരോരുത്തരെയും പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ, നമ്മുടെ പിതാവ് ഓരോരുത്തരെയും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി യാതൊരു പക്ഷപാതവും കൂടാതെ വിധിക്കുന്നവനാണ് ദൈവം. അത് നാം മറന്നു പോകല്ലേ. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന ഒരു മിഥ്യാധാരണ ഇന്ന് നമ്മുടെയൊക്കെ ചിന്തയിൽ വളരെ അധികമായിട്ട് കയറിക്കൂടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി, കുഴപ്പമില്ല, അതും ആകാം ഇതും ആകാം. ഈശോ പറഞ്ഞത് ഓർക്കണമേ, 2 വള്ളത്തിൽ ഒരേ സമയം കാലുവെച്ച് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ സാധിക്കും? 2 വള്ളത്തിൽ ഒരുമിച്ച് കാലുവെച്ച് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഒന്ന് അങ്ങോട്ട് പോകും, ഒന്ന് ഇങ്ങോട്ട് പോകും. അതുകൊണ്ട് അത് സാധ്യമല്ല. ഒന്നെങ്കിൽ മാമോനെ അല്ലെങ്കിൽ ദൈവത്തെ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ. ദൈവത്തെയും മാമോനെയും ഒരേപോലെ സേവിക്കാനായിട്ട് നമുക്ക് ആർക്കും സാധ്യമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച് നമ്മെ വിധിക്കുന്ന പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികളെ നാം തന്നെ ഒന്ന് വിലയിരുത്തണം. ആദ്യമായി നമ്മുടെ പ്രവർത്തികളെ നാം ഒന്ന് വിലയിരുത്തണം. എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത്? അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായ ആണോ നാം മുന്നോട്ട് പോകുന്നത്? വിധിക്കപ്പെടുമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ജീവിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ പോയാലും കുഴപ്പമില്ല, അങ്ങനെയാണേലും കുഴപ്പമില്ല, ഇതൊക്കെ ദൈവം പിന്നെ ക്ഷമിക്കും, സഹിക്കും, കുഴപ്പമില്ല, എന്നാലും സ്വർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിതത്തെ ഒരു ലാഘവത്തോടെ കാണാനുള്ള ഒരു പ്രവണത ഇന്നിൻ്റെ കാലഘട്ടത്തിലുണ്ട്. അത് തിന്മ നമുക്ക് വളരെയധികമായിട്ട് നമ്മുടെ മനസ്സിൽ കുത്തിവെക്കുന്നുണ്ട്. എങ്ങനെ പോയാലും കുഴപ്പമില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാം, സ്വർഗത്തിലെത്താം എന്ന ഒരു മിഥ്യാധാരണ, ഇന്ന് ഒരു പൈശാചികമായ ഒരു ചിന്ത, അത് പിശാച് നമ്മുടെ തലച്ചോറിൽ കുത്തിവെക്കുന്നുണ്ട്. എങ്ങനെ പോയാലും കുഴപ്പമില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഴപ്പമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തെ നാം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുകയുള്ളൂ. വെളിപാട് പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൻ്റെ വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൻ്റെ 13ഉം 12ഉം തിരുവചനങ്ങൾ നമ്മെ ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുക. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് സമ്മാനം? വിജയം വരിക്കുന്നവന് ജീവൻ്റെ കിരീടം തരും. ജീവൻ്റെ കിരീടമാണ് നമുക്കുള്ള സമ്മാനം. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, നീതിയുടെ ന്യായാധിപൻ ഇതാ നീതിയുടെ കിരീടം എന്നെ അണിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചു കിടക്കുന്ന സമയത്ത് അച്ഛൻ നമ്മുടെ തലയിൽ ഒരു പുഷ്പമുടി ചാർത്തുന്നതൊക്കെ
നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കാണുന്നവരാണല്ലോ. മരിച്ചതിന് ശേഷം പിന്നെ നമ്മളിതൊന്നും അറിയുന്നില്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കെ പലർക്കും ഈ മുടി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. എന്താണ് നല്ലവണ്ണം യുദ്ധം ചെയ്തു എന്ന്? ആരോട് യുദ്ധം ചെയ്തു? അത് നമ്മുടെ പടയാളികൾ യുദ്ധം ചെയ്യുന്ന യുദ്ധത്തെക്കുറിച്ചല്ല സൂചന എന്താണ്? ഞാനാവുന്ന വ്യക്തി എന്നിലെ തിന്മയോട് യുദ്ധം ചെയ്ത്, എന്നിലെ ആസക്തികളോട് യുദ്ധം ചെയ്ത്, എൻ്റെ ജഡത്തിൻ്റെ ആസക്തികൾ, എൻ്റെ വൈകാരിക തലങ്ങളിലുള്ള ആസക്തികൾ, എൻ്റെ കണ്ണിൻ്റെ അല്ലെങ്കിൽ കാതിൻ്റെ, എൻ്റെ കൈയുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആസക്തികൾ, ജഡത്തിൻ്റെ സമ്പത്തിനോടുള്ള ആസക്തികൾ, ഇതുപോലെ ഈ ലോകത്തോടുള്ള ആസക്തി, കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വന്തമാക്കാനുള്ള ഒരാഗ്രഹം, ഈ ഒരു ആസക്തി, ലോകത്തോടുള്ള ആസക്തിയെ അതിജീവിക്കാനുള്ള ഒരു യുദ്ധം ഞാൻ എന്നോട് തന്നെ, എൻ്റെ ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിനിടയിൽ ഒരു യുദ്ധമുണ്ട്, ഒരു സഹനമുണ്ട്, ഒരു മൽപ്പിടുത്തമുണ്ട്. നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ് പറഞ്ഞതുപോലെ രാത്രിയുടെ യാമങ്ങൾ മുഴുവനും അജ്ഞാതമായൊരു ശക്തിയുമായിട്ട് മല്ലിട്ട് വിജയം വരിക്കാൻ കഴിഞ്ഞ യാക്കോബ് പിതാവിനെ പോലെ ഒരു യുദ്ധം നമ്മിൽ തന്നെ നടത്തുന്നുണ്ട്. ഈ യുദ്ധത്തിൽ വിജയം വരിക്കുന്നവന് നീതിയുടെ കിരീടം സമ്മാനമായി നമുക്ക് തരാനായിട്ട് അത് കൊണ്ടുവരാൻ ഈശോ കൊണ്ടുവരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. സ്വന്തം പ്രവൃത്തികൾക്കനുസൃതമായി പ്രതിഫലം നൽകാനായിട്ട് വരുന്ന ദൈവം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, സ്വന്തം പ്രവൃത്തികൾക്ക്. നിങ്ങളുടെയൊക്കെ പ്രവൃത്തികളെ നാം ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർ നമ്മളെ നോക്കി പറയും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല എന്ന്. പക്ഷേ ഈ കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കൊള്ളാം കുഞ്ഞെ, നന്നായിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് നമുക്കൊരു ഉത്തരം കിട്ടിയാൽ അത് വളരെ നല്ലതാണ്. സ്വർഗത്തിൽ നിന്നൊരു ഉത്തരം കിട്ടിയാൽ ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ ജീവിത കർത്തവ്യങ്ങളിലേക്ക് കടന്നിട്ട് ആ ദിവസത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ ഇരിക്കുമ്പോൾ ജീവിത പങ്കാളിയോട് പറയാൻ കഴിയണം, കൊള്ളാം, ഇന്ന് എനിക്ക് നീ ചെയ്തു തന്നതെല്ലാം വളരെ നന്നായിരിക്കുന്നു, നീ നിൻ്റെ കർത്തവ്യങ്ങളൊക്കെ മനോഹരമായി ഇന്ന് നിർവഹിച്ചിരിക്കുന്നു, നിന്നിൽ ഞാനും സംപ്രീതയായിരിക്കുന്നു, ദൈവവും സംപ്രീതനായിരിക്കുമെന്ന് പറയാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകാം. മാതാപിതാക്കളെ നോക്കി മക്കൾക്ക് പറയാൻ കഴിഞ്ഞാൽ, അപ്പൻ അമ്മ ഇന്ന് നിങ്ങളുടെ കർത്തവ്യം മനോഹരമായിട്ട് ഇന്ന് നിർവഹിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ കഴിഞ്ഞാൽ, നമ്മളെ നോക്കി നമ്മുടെ സുഹൃത്തുക്കൾ പറയുമോ ആവോ? നന്മയുടെ സദ്വാർത്ഥിയായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ പ്രവൃത്തികളിൽ ഈ ഒരു സച്ചിന്ത നിറഞ്ഞു നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് ദൈവം നമ്മെ വിധിക്കുന്നത്. വീണ്ടും 14-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം പറയുകയാണ്. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം പറയുന്നു, അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. എന്താണ് സ്വരം? എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അധ്വാനങ്ങളിൽ നിന്നൊക്കെ വിരമിച്ച് സ്വസ്ഥത പ്രാപിക്കുന്ന ഒരു സമയം നമ്മുടെ മുമ്പിൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ആ വിരമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വിരമിക്കൽ ചടങ്ങ് സംഭവിക്കാനിരിക്കുന്ന കാലമാണ് ഈ കാലഘട്ടം. ഇതൊക്കെ ആർക്കും എപ്പോൾ വേണേലും ഇത് സംഭവിക്കാം. നമ്മുടെ പ്രവൃത്തികളിൽ നിന്നൊക്കെ പിന്മാറിയിട്ട് ഞാൻ നന്നായിട്ട് ഓടി യുദ്ധം ചെയ്തു എൻ്റെ ഓട്ടം പൂർത്തിയാക്കിയെന്ന് പറയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. അതിനുള്ള സമയമൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിഞ്ഞൂടെ എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുകയെന്ന്. എന്നിട്ട് വചനം പറയുകയാണ്, അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ അനുഗമിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. ഇന്ന് നാം സ്നേഹിച്ച് വളർത്തിയ മക്കളോ, ജീവനും ജീവിതവും ഒക്കെ കൊടുത്ത് പങ്കുവെച്ച ജീവിത പങ്കാളിയോ, നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കളോ, നമുക്ക് സൗഹൃദം തന്ന നമ്മുടെ സുഹൃത്തുക്കളോ, സുഖസന്തോഷങ്ങൾ സമ്മാനിച്ച ചില നിമിഷങ്ങളൊന്നും നമ്മെ പിന്തുടരുകയില്ല.
എന്താ നമ്മെ പിന്തുടരുന്നത്? വചനം കൃത്യമായിട്ട് പറയുന്നു, അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും, പ്രവൃത്തികൾ പിന്തുടരും. നമ്മളിൽ എത്ര പേര് ഈ ഒരു ചിന്തയോടുകൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടാകാം? എൻ്റെ പ്രവൃത്തികൾ എന്നെ പിന്തുടരും. ഇവിടെ ഈ പ്രവൃത്തികളല്ലേ നമുക്ക് നിത്യജീവൻ നൽകുന്നതും നിത്യ നരകത്തിലേക്ക് നമ്മെ പറഞ്ഞയക്കുന്നതും? ഈ പ്രവൃത്തികൾക്കനുസരിച്ചല്ലേ നമ്മെ വിധിക്കുന്നത്. ഇപ്പം ചിലർ വിചാരിക്കും ഇതൊന്നും കുഴപ്പമില്ല, ദൈവം അതൊക്കെ പൊറുക്കുക, അല്ലെങ്കിൽ ഇതൊന്നും ദൈവം കാണുന്നില്ലല്ലോ. ചിലർ ദൈവത്തിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ചില പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. ദൈവത്തിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ദൈവം ഇതൊന്നും കാണില്ല എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. എന്തോരം കാര്യങ്ങൾ കണ്ടാലാ അതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്നും കാണുകയില്ല എന്ന് അങ്ങനെ വാക്കുകൊണ്ട് തന്നെ, ഹൃദയത്തിൽ അങ്ങനെ ചിന്തിക്കുന്നൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ ഉപരിവിപ്ലവമായി വാക്കുകൾ കൊണ്ട് പറയുന്ന എത്രയോ പേരെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല, ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലോ ദൈവത്തിന്, ഇതൊക്കെ ദൈവം ശ്രദ്ധിക്കുമോ? വളരെ ലാഘവത്തോടെ തൻ്റെ ജീവിതത്തെ കാണുന്ന വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ്. ഹൃദയം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, ഹൃദയം. ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ ഹൃദയപൂർവ്വം സ്നേഹിക്കണം. എങ്ങനെയും സ്നേഹിച്ചാൽ പോരാ, നമുക്ക് പല വിധത്തിൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയും. ഒരു പരിചയമില്ലാത്തവരെ കാണുമ്പോഴും നമ്മളൊന്ന് ചിരിച്ചു കാണിക്കും, പുഞ്ചിരിക്കും. അത് പുഞ്ചിരിക്കാൻ ഹൃദയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉള്ളിൽ കൊടിയ വിരോധവും കൊണ്ട് നടന്നിട്ട് ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമുക്കൊന്ന് ചിരിച്ചു കാണിക്കേണ്ടതായിട്ടൊക്കെ, മറ്റുള്ള ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ചിരിച്ചു കാണിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ചിരിച്ചു കാണിക്കും. അതിനെ എളിച്ചു കാണിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചിരിച്ചു കാണിക്കും. പക്ഷെ ഹൃദയം അവിടെ ഇല്ല. നമ്മുടെയൊക്കെ ചിരി കാണുമ്പോൾ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് അറിയുമോ? സത്യത്തിൽ അറിയാൻ സാധ്യതയില്ല. അറിയുമായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ ചിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നാണ് ആ ചിരി വരുന്നതെങ്കിൽ, അങ്ങനെ മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പലരും പല പ്രാവശ്യവും ചിരിക്കാതെ പോകേണ്ടവർ തന്നെയാണ്. നമുക്ക് ചിരിക്കാൻ പറ്റിയല്ല എല്ലാ സാഹചര്യങ്ങളിലേക്ക് നോക്കിയിട്ട്. പക്ഷേ പറ്റണമെന്നാണ് ഈശോ പറയുന്നത്. നീ ഹൃദയപൂർവ്വം സ്നേഹിക്കണം, നീ ഹൃദയപൂർവ്വം ക്ഷമിക്കണം, നീ ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കണം. എല്ലാം ഈ ഹൃദയപൂർവകമാകണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹൃദയപൂർവകം എന്ന വാക്ക് തിരുവചനത്തിൽ വളരെ പ്രധാനപ്പെട്ടതും ശക്തവുമായൊരു പദമാണ്, ഹൃദയപൂർവകം. കാരണം എന്താണെന്നറിയാമോ? വചനം പറയുന്നു, ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ്. ഈ ഹൃദയം നമ്മെ വഞ്ചിക്കുന്നത് നമ്മൾ പോലും അറിയാതെ പോകും. ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ കൊണ്ടു നടന്നിട്ടും ചിരിച്ചു കാണിക്കാൻ സാധിക്കുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ ഹൃദയം പരിശോധിക്കുന്ന ഒരുവനെക്കുറിച്ച് നാം വിസ്മരിച്ചു പോകുന്നുണ്ട്. ഹൃദയം കൊണ്ട് ചിരിക്കാൻ കഴിയണം നമുക്ക്, ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ കഴിയണം നമുക്ക്, ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ കഴിയണം നമുക്ക്, ഹൃദയം കൊണ്ട് അനുഗ്രഹിക്കാൻ കഴിയണം നമുക്ക്, ഹൃദയം കൊണ്ട് അനുദപിക്കാൻ കഴിയണം നമുക്ക്. ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് പറയണ, ശോചനീയമാം വിധം ദുഷിച്ചതുമാണത്. അത് വളരെ ഒന്നെങ്കിൽ മനോഹരമായത്, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ദുഷിച്ചത്. ഒരു സാധനം തന്നെ ഏറ്റവും നല്ലത്, ഇപ്പം പാലൊക്കെ നമുക്കറിയാലോ, പാല് അത് വളരെ നല്ലതാണ്. പക്ഷേ അത് ഒന്ന് ചീത്തയായാലോ അത് വളരെ മോശമാണ്. മുട്ട എത്ര നല്ലതാണ് മുട്ട, പക്ഷേ അതൊന്ന് ചീഞ്ഞു പോയാൽ അതിൻ്റെ ദുർഗന്ധം നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അസഹനീയമായ ദുർഗന്ധമാണ് അതിനകത്ത്. അപ്പോൾ നല്ലത് ചീത്തയായാൽ അത് ഏറെ മോശമാകുന്നത് പോലെ ഹൃദയം എന്തിനേക്കാളിലും ശോചനീയമാണെന്ന്, അത് ശോചനീയമാം വിധം അത് ദുഷിച്ചതാണെന്ന് വചനം പ്രവാചകനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? നമുക്കറിയാമോ പ്രിയപ്പെട്ടവരെ, സ്വയമെങ്കിലും നമുക്കൊന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യാപാരങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ കളങ്കമില്ലെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ഹൃദയപൂർവകം നമുക്കൊന്ന് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ, എൻ്റെ ഹൃദയം കളങ്കമില്ലാത്തതാണ് എൻ്റെ ഹൃദയമെന്ന്, കാപഢ്യമില്ലാത്തതാണ് എൻ്റെ ഹൃദയമെന്ന്, എൻ്റെ പെരുമാറ്റം എൻ്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയിൽ നിന്നുള്ളതാണെന്ന് നമുക്കൊക്കെ ഒന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കാപഢ്യമാണെങ്കിൽ കാപഢ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദുഷിച്ചത് എന്ന് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ,
അപ്പോൾ കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവം മനുഷ്യർക്ക് മനസ്സിലാകാത്ത നിഗൂഢതയിൽ പോയി അതിനെ കാണുന്നവനും കേൾക്കുന്നവനും വായിക്കുന്നവനുമാണ് ദൈവം. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തണം. അപ്പോൾ ഈ ഹൃദയം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഹൃദയപൂർവകമായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കും. നാം ഒക്കെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ തൂക്കി അളക്കുന്ന ഒരു സമയം വരും. അത് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥമായ CCC അതിൻ്റെ 678 679 പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറയുന്നത്: പ്രവാചകന്മാരെയും സ്നാപക യോഹന്നാനെയും പിന്തുടർന്ന് ഈശോ തൻ്റെ പ്രഘോഷണത്തിൽ അന്തിമ ദിവസത്തിലെ വിധിയെപ്പറ്റി അറിയിച്ചു. നമുക്കൊരു വിധിയുണ്ട്, അന്തിമ നാളിൽ ഒരു വിധിയുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത വ്യാപാരങ്ങളും ഹൃദയ രഹസ്യങ്ങളും വെളിച്ചത്ത് വരും. നാം എന്തൊക്കെ ചെയ്താലും, ആരൊക്കെ മൂടി വെച്ചാലും, എന്തൊക്കെ ഒളിച്ചു പാത്ത് ചെയ്താലും പ്രിയപ്പെട്ടവരെ അതെല്ലാം പുറത്തു വരുന്ന ഒരു ദിവസമുണ്ടെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതിയ ശിക്ഷാർഹമായ അവിശ്വാസം അപ്പോൾ ശപിച്ചു തള്ളപ്പെടും. ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ കൃപയും ദാനവുമൊക്കെ യാതൊരു വിഷമവും കൂടാതെ തള്ളിപ്പറഞ്ഞവരെല്ലാം ആ സമയം ശപിക്കപ്പെട്ടവരായി തള്ളപ്പെടും. അയൽക്കാരനോടുള്ള നമ്മുടെ മനോഭാവം ദൈവകൃപയുടെയും ദൈവസ്നേഹത്തിൻ്റെയും സ്വീകരണമോ തിരസ്കരമോ വെളിവാക്കും. അന്തിമ ദിവസം യേശു ഇങ്ങനെ പറയും: എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് വേണ്ടി നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ അത് ഹൃദയപൂർവ്വം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തോടെയാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് ദൈവത്തിന് കൊടുത്ത സമ്മാനമാണ്. ഉള്ളിൽ വെറുപ്പും വിദ്വേഷം വെച്ചിട്ടാണ് നിങ്ങൾ ഒരു സൽപ്രവൃത്തി മറ്റൊരാൾക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾ ചെയ്ത സൽപ്രവൃത്തികളല്ല, നമ്മൾ ചെയ്ത സൽപ്രവൃത്തികളല്ല ദൈവം കാണുന്നത്. അത് ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം ഏത് വിധത്തിലായിരുന്നു എന്നുള്ളതാണ് ദൈവം കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം ഒരു ദൈവോന്മുഖമായ കാഴ്ചപ്പാടോടെ നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ. 679 പാരഗ്രാഫ് പറയുന്നു: ക്രിസ്തു നിത്യജീവൻ്റെ കർത്താവാണ്. മനുഷ്യരുടെ പ്രവൃത്തികളെയും ഹൃദയങ്ങളെയും അന്തിമമായി വിധിക്കാനുള്ള പൂർണ്ണ അവകാശം ലോകത്തിൻ്റെ രക്ഷകനെന്ന നിലയിൽ അവിടത്തേക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ കുരിശു വഴിയാണ് ഈ അവകാശം സമ്പാദിച്ചത്. പിതാവ് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാലും പുത്രൻ വിധിക്കാനല്ല, പിന്നെയോ രക്ഷിക്കാനാണ്, തന്നിൽ തന്നെ ജീവൻ നൽകാനാണ് വന്നത്. ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൻ്റെ 47-48 വചനങ്ങളിൽ പറയുന്നു: വിധിയെല്ലാം പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ആരെയും വിധിക്കുന്നില്ല. കാരണം ഞാൻ വന്നത് വിധിക്കാനല്ല, ഞാൻ വന്നത് നിത്യജീവൻ നൽകാനാണ്. നിത്യജീവൻ നൽകാൻ വന്നവനാണ്. എങ്കിലും ഈശോ പറയുന്നു, അവസാന ദിവസം ഞാൻ പറഞ്ഞ വചനം നിങ്ങളെ വിധിക്കും. ഞാൻ പറഞ്ഞ വചനമാണ് നമ്മെ വിധിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയാണ്, തൻ്റെ പ്രവൃത്തികൾക്കനുസൃതമായി അവന് ലഭിക്കുന്നു. സ്നേഹത്തിൻ്റെ ആത്മാവിനെ നിരസിച്ചുകൊണ്ട് തന്നെ എന്നേക്കുമായ ശിക്ഷയ്ക്ക് വിധിക്കാനും അവന് കഴിയും. ഇത് നമുക്കാണ് വിധി. നമ്മുടെ വിധി നമ്മൾ തന്നെ തീരുമാനിക്കും. എവിടെ തീരുമാനിക്കും? ഞാൻ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ, ഞാൻ ഹൃദയപൂർവ്വം നന്മ ചെയ്ത് സ്നേഹിച്ചുമാണ് എൻ്റെ പ്രവൃത്തികൾ ദൈവോന്മുഖമാണെങ്കിൽ എൻ്റെ വിധി, എൻ്റെ മേലുള്ള വിധി, ശിക്ഷാവിധി, അത് ശിക്ഷയ്ക്കല്ല രക്ഷയ്ക്ക് കാരണമാകും. ഇല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ തന്നെ എന്നെ വിധിക്കും. ഞാൻ ഉപരിവിപ്ലവമായി നല്ലതൊക്കെ ചെയ്യുന്നു എന്ന് വച്ചാലും ഹൃദയം തിന്മയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ശിക്ഷ നാം തന്നെയാണ് സ്വീകരിച്ചു വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. വെളിപാട് പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ 12-13 തിരുവചനങ്ങൾ, വെളിപാട് പുസ്തകം 20, 12, 13 തിരുവചനങ്ങൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു: മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെ വിട്ടുകൊടുത്തു. അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് 2ാമത്തെ മരണം, അഗ്നി തടാകം.
ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം ഓരോരുത്തരും വിധിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്മ ചെയ്യുന്നവരായി മാറാം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. പൗലോസ്ലീഹ പറയുന്നു, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നമുക്ക് ഫലമെടുക്കാം. ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. നമ്മുടെ സമയമാകുമ്പോൾ, ദൈവം നിശ്ചയിച്ച സമയമാകുമ്പോൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരും. ഈ വരുന്ന സമയത്ത് ഒരു വിധി നടക്കുന്നുണ്ട്. ആ വിധി അന്തിമമാണ്. തനത് വിധിയുണ്ട്, അന്തിമ വിധിയുണ്ട്. ഈ തനത് വിധിയിൽ മരണാനന്തരം ഉടനെ നടക്കുന്ന തനത് വിധിയിൽ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നാം വിധിക്കപ്പെടും. അവിടെ യാതൊരു ദാക്ഷിണ്യവുമില്ല. കാരുണ്യമൊക്കെ ഈ ലോകത്ത്, ദൈവം കാരുണ്യവാനാണ് ഈ ലോകത്ത്. എന്നാൽ മരണാനന്തരം ദൈവം നമുക്ക് നീതിമാനാണ്. ഈ നീതി നമ്മുടെ ജീവിതത്തിൽ ദൈവം അപ്ലൈ ചെയ്യുമ്പോൾ, പ്രാവർത്തികമാക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യജീവൻ്റെ കിരീടം നമുക്ക് സമ്മാനിക്കപ്പെടണം. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ജീവൻ്റെ ദൈവം എനിക്ക് നീതിയുടെ കിരീടം എന്നെ അണിയിക്കണം. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ഓട്ടപ്പന്തയം നന്നായിട്ട് നമുക്ക് ഓടിത്തീർക്കാം. സൽപ്രവർത്തികളിൽ നമുക്ക് വ്യാപൃതമാകാം. ഹൃദയം കൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, സഹോദരങ്ങളെ സ്നേഹിക്കാം. നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം സ്നേഹപൂർവ്വം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.